ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എനിക്കിന്ന് വളരെ 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 സങ്കടപ്പെട്ട ഒരു ന്യൂസ് ഞാൻ കണ്ടു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ഷൈമ സജീർ എന്ന ഈ രണ്ട് വെറും 18, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടികൾ ഇന്ന് ഈ ഭൂമിയിലില്ല. തീരാ ദുഃഖം നൽകി അവരുടെ മാതാപിതാക്കൾക്ക് തീരാ ദുഃഖം നൽകി അവരെ ഈ ഭൂമിയിൽ നിന്ന് പോയിരിക്കുകയാണ്. ആദ്യം ഷൈമ മരണപ്പെടുകയായിരുന്നു. അതായത് ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞു. ഷൈമ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച ആയിട്ടുള്ളൂ നിക്കാഹ് കഴിഞ്ഞിട്ട്. നിക്കാഹ് കഴിഞ്ഞ് എന്താ പറയുക, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഭർത്താവിന് വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കൊണ്ടുപോയിട്ടില്ല. അപ്പോഴേക്കും ഷൈമയ്ക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം തന്നെയാണ് ഷൈമ ഈ നിക്കാഹിന് നിന്ന് കൊടുത്തത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത ഈ ഒരു വിവാഹത്തിൽ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൾ ജീവിക്കാൻ ആഗ്രഹിച്ചത് സജീറിൻ്റെ കൂടെയാണ്. പക്ഷേ വിധി എന്ന് പറയട്ടെ, അവരെ മരണത്തിലാണ് ഒന്നിപ്പിച്ചത്. അവരുടെ ഇഷ്ടം വീട്ടുകാരെന്തായാലും ഒക്കില്ല എന്നുള്ളത് 100% പറഞ്ഞു. അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ടും അറിയാലോ, വീട്ടിൽ ഒരു പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പുകിലുകൾ എല്ലാവർക്കും അറിയാം. ഞാനൊരിക്കലും പ്രണയത്തിനെതിരുമല്ല, എന്നാൽ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയുമല്ല. പക്ഷേ രണ്ട് ജീവനുകൾ, രണ്ട് കുടുംബത്തിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് രണ്ട് ജീവനുകൾ ഇല്ലാതെയാകുമ്പോൾ നമ്മൾ അവരുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ നഷ്ടമായത് രണ്ട് ജീവനുകളല്ലേ. പിന്നെ അവർ ഭൂമിയിൽ നരകിക്കുമ്പോൾ അത് അവരുടെ വിധിയാണെന്ന് വിചാരിച്ച് നമുക്ക് വിടാമായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അവർ മരണത്തിലാണ് ഇപ്പം ഒരുമിച്ചിരിക്കുന്നത്, ഷൈമയും സജീറും. ഷൈമയുടെ മരണ വാർത്ത കേട്ട ഉടനെ തന്നെ സജീർ തൊട്ട അയൽവാസിയാണ്. അവൻ്റെ എന്താ പറയുക, വെയിൻ കട്ട് ചെയ്തു മരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഈ ബാത്റൂമിലേക്കൊക്കെ ഈ പെനോയിലോ അങ്ങനെ എന്തോ ഒരു സാധനം അവൻ കുടിച്ചു. എന്നിട്ടും അവൻ രക്ഷപ്പെട്ടു. പിന്നെ അവൻ്റെ മനസ്സിലുണ്ടാവും, ഞങ്ങൾ അത്രത്തോളം സ്നേഹിച്ചതല്ലേ, എനിക്ക് വേണ്ടി അവൾ മരിച്ചല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവൾ ഇല്ലാതായല്ലോ, അപ്പം മരണത്തിലെങ്കിലും എനിക്ക് അവളുടെ ഒപ്പം ചേരണമെന്നുള്ള ആ ഒരു ഇത് അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ അവൻ തൂങ്ങി മരിച്ചു. എന്തായാലും രണ്ടുപേരുടെയും ആത്മാവിന് എന്തായാലും നിത്യശാന്തി ലഭിക്കട്ടെ നിത്യശാന്തി എന്തായാലും ലഭിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ അവർക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല, പക്ഷെ മരണത്തിൽ അവർക്ക് ഒന്നിക്കാൻ സാധിച്ചു. പക്ഷേ ഇതിൽ എത്ര പേര് ഇതിനെ അനുകൂലിക്കും, എത്ര പേര് ഇതിനെ പ്രതികൂലിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ചില ആളുകൾ പിന്നെ അങ്ങനെ തന്നെ വേണം. ഞാൻ FBയിലായിരുന്നു ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റും അവനിങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ എടുത്തൊരു ഫോട്ടോ. പക്ഷേ രണ്ടുപേരും നല്ല മാച്ചായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറയാം, ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്, രണ്ടുപേരും നല്ല മാച്ചായിരുന്നു. എന്തോ അവർക്ക് വയസ്സാണ് പ്രശ്നമെങ്കിൽ രണ്ടുപേർക്ക് പറഞ്ഞിട്ട് കുറച്ച് സമയം കൊടുക്കായിരുന്നു, അപ്പോൾ അവർക്കത് മനസ്സിലാവുമല്ലോ. പക്ഷേ ഇത്രയും ഒരു റിയൽ ലവാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല. ഇങ്ങനെയും ചില ബന്ധങ്ങളുണ്ട്. ചില ആളുകൾ ശരീരത്തിനെ മോഹിച്ച് നടക്കുകയും, ചില ആണുങ്ങളുടെ കാര്യം ഞാൻ പറയാം കേട്ടോ. അതായത് സ്നേഹിച്ചിട്ട് റൂമെടുക്കും, അവരെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് അവളെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ അവൻ ആ ത്രില്ലൊക്കെ നഷ്ടപ്പെട്ട ശേഷം അവരത് ഒഴിവാക്കി പോകും. ഇപ്പം തന്നെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണത്തിൽ കൂടെ ഒന്നിക്കാനാണ് അവർക്ക് വിധി. എന്താ പറയുക, ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും മരണത്തിൽ ഒന്നിക്കാം എന്ന് കരുതി അവർ രണ്ടുപേരും ഇപ്പോൾ ഇല്ല, ഈ ഭൂമി വിട്ടു പോയിരിക്കുകയാണല്ലേ. പക്ഷെ ചില ആളുകൾ ഈ സ്നേഹത്തിനെ ചൂഷണം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഒരു ചേച്ചിയുടെ ഭർത്താവിനെ, സ്വന്തം കൂടപ്പറപ്പിൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയ ഒരു പെണ്ണിൻ്റെ കഥ, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ. അതായത് അതും എന്താണ്, കാമം, ശരീരത്തിനോടുള്ള ഒരു അട്രാക്ഷൻ. ചെറിയ പ്രായത്തിൽ തന്നെ അവളെ പല രീതിയിലും അവൻ പലയിടത്തും വെച്ച് ചിലപ്പോൾ അവളെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവളെ മുഴുവനായി കിട്ടാനായിട്ട് അവളെ വല്ലാതെ ക്യാൻവാസ് ചെയ്ത് അവളെ അങ്ങനെ കൊണ്ടുപോയതായിരിക്കാം. പക്ഷെ ഇപ്പോൾ അവൾ നടുത്തെരുവിലാണ് ഇപ്പം നിൽക്കുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് ഗുരുവായൂർ വെച്ചാരെ പിടിച്ചു എന്നും
പിന്നെ കയ്യിലുള്ള ഫോണ് പിന്നെ പൈസ അതൊക്കെ പോയി. പിന്നെ എന്താ പറഞ്ഞത്, വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഏട്ടനും വേണ്ട, അതായത് ഈ ഓടിപ്പോയ ചെക്കൻ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ഭർത്താവ്, അവനും ഇവളെ വേണ്ട, വീട്ടുകാർക്കും വേണ്ട. അവസാനം ഇവളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിമായിട്ട് ജീവിക്കാന്നാണ്. ഏരിയ പോയാലേ മുസ്ലിമായ ആളുകളുടെ കൂടെ ചെല്ലാലോ അല്ലേ, ഈ തെണ്ടിത്തരമൊക്കെ ചെയ്തിട്ട്. ഇതെല്ലാവർക്കും ഒരു പാഠമാവണം. ആ പ്രണയിനികൾക്കും പ്രണയിക്കുന്നവർക്കും ഒരു പാഠമാവണം. അതേപോലെ തന്നെ നമ്മൾ മാതാപിതാക്കൾക്കും നമ്മളും കുറച്ച് ചിന്തിക്കാനുണ്ട്. കാരണം നമ്മുടെ മക്കൾ നമ്മളെക്കാട്ടിയും ചിന്തനകൾ കൂടുതലുള്ള മക്കളായി മാറിയിരിക്കുകയാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതല്ല ഇപ്പോഴത്തെ മക്കൾ ചിന്തിക്കുന്നത്. കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടും സ്വന്തം അമ്മേനെയും അച്ഛനെയും തിരിച്ചറിയാത്ത മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുവാളും കത്തിയെടുത്ത് നടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു മക്കൾ വേണ്ട എന്നുള്ളൊരു ചിന്ത വരെ ആവുകയാണ്. കാരണം നമ്മളുടെ കൈവിട്ട് പോകണം. നമ്മൾ വിചാരിക്കണ പോലെയോ നമ്മൾ പറയുന്നത് പോലെയോ നമ്മൾ പറഞ്ഞിടത്ത് വെച്ച് നിൽക്കുന്നില്ല മക്കൾ. അവർ പറയുന്ന പോലെ നമ്മൾ അനുസരിക്കണം. നമ്മൾ അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടും കൊലയും കുത്തുവായി. ഇപ്പോൾ ഒരു അച്ഛനെ കൊന്നില്ലേ ഒരു ചെക്കൻ, ഒരു പയ്യൻ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു മനോവിഭ്രാന്തി പോലെ, എന്തൊക്കെയോ ഒരു ബ്ലാക്ക് മാജിക് പോലെ സ്വന്തം അച്ഛനെ കഴുത്തറുത്തില്ലാതാക്കി. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ വല്ലാത്തൊരു സങ്കടമുണ്ട്. ഓരോ ന്യൂസ് കാണുമ്പോഴും പ്രതികരിക്കണം എന്നൊക്കെ തോന്നും. പിന്നെയും ഒരു വിഷമമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താപ്പോൾ പറയുക, ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഇതും ഒരു സൊല്യൂഷനും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യാനൊക്കെ ലേറ്റ് ആവുന്നത് കേട്ടോ. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സജീറിൻ്റെയും ഷൈമയുടെയൊക്കെ മരണം ശരിക്കും വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ അതേ മറിച്ച് സ്വന്തം കൂടപ്പിറപ്പിനെ അടക്കം ചതിച്ചു പോകുന്ന അനിയത്തി, പിന്നെ ഭർത്താവ്, അവിഹിതം, ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ദേഷ്യമാണ് എനിക്ക്. എന്താ വെച്ചാൽ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇവളൊക്കെ എന്തിനാണ് ഈ ഭൂമിയിലുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം ആവശ്യമില്ലാത്ത പാഴ്ജന്മങ്ങളെ വളർത്തിയിട്ട് നല്ല ആളുകളെയാണ് ദൈവം വേഗം കൊണ്ടുപോകുന്നത്. ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപദ്രവകാരിയായ കുറേ ജന്മങ്ങളുണ്ട്. അവരെയൊന്നും ദൈവം വിളിക്കില്ല. നന്നായിട്ട് ഭൂമിക്ക് ആവശ്യവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകുന്ന, അല്ലെങ്കിൽ ആരെല്ലാമോ ആകുന്ന ആളുകളെയാണ് ദൈവം വേഗം കൊണ്ടുപോവുക. കാരണം അവിടെയും പിന്നെ ദുഷിച്ച മനസ്സുള്ള ആളുകളിനെ ദൈവത്തിന് താല്പര്യം ഉണ്ടാവില്ല അല്ലേ. എന്തായാലും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നല്ല മനസ്സോടെ ജീവിക്കുക. മക്കളെ മാക്സിമം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത് ചെയ്താൽ ഇന്ന തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത്രേ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.